തള്ള് എന്ന് ആരും പറയണ്ട. 1ാം ക്ലാസ് പഠിക്കണ എനിക്ക് വരെ അച്ഛൻ്റെ ചീത്ത കേട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ അമ്മയേക്കാൾ വലിയ പോരാളി ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ എനിക്ക് ടാസ്ക് ആയിരുന്നു റിവേഴ്സ് പാർക്കിംഗ്. അത് നമ്മുടെ പ്രായത്തിന്റെ ഒരു ഇതാണ്. നമ്മൾ മനസ്സിന് ചെരുപ്പ് ഇട്ടിട്ട് ഓടിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. പെൺകുട്ടിയെന്ന് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും, അങ്ങനത്തെ രീതിയിലല്ല. ആട് പാമ്പേ ആടാട് പാമ്പേ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പട്ടാമ്പയായിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. നമ്മുടെ ചെറിയ റെനോവേഷനൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാന സ്റ്റേജിലെത്തി, ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം എന്നാലും കംപ്ലീറ്റ്ലി കഴിഞ്ഞ ഉടനെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡ്രൈവിംഗ് ജേർണി, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ഞാൻ എപ്പോഴൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഏതെങ്കിലും വ്ളോഗിൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന പാട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഞാൻ എങ്ങനെയാണ് ഡ്രൈവിംഗ് പഠിച്ചത്, എത്ര വയസ്സിലാണ് പഠിച്ചത്, എനിക്കുണ്ടായിട്ടുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് എല്ലാം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കെന്തായാലും വേഗം റെഡി ആയിട്ട് പോവുക അല്ലേ. ഞാൻ എന്തായാലും ഒരു യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ യാത്രക്കിടയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം റെഡി ആയിട്ട് എൻ്റെ കഥ കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം റെഡി ആവാം. അപ്പോൾ ഇന്ന് എനിക്കൊരു ഫുൾ ഡേ പരിപാടികളുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ റെഡി ആയി പോവുകയാണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് അങ്ങനെ തന്നെ നിൽക്കണം എന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് റെഡിയാവൽ ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ മാമാ എർത്തിൻ്റെ ഗ്ലോ സീറം ഫൗണ്ടേഷൻ എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. അപ്പോൾ ഞാനിനി നമ്മുടെ മാമാ എർത്തിൻ്റെ ഗ്ലോ സീറം ഫൗണ്ടേഷൻ ഞാൻ ലൈറ്റായിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. കാരണം എനിക്കിന്ന് വൈകുന്നേരം വരെ അതേപോലെ നിൽക്കണം. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പക്ഷേ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. കാരണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നമ്മുടെ വൈറ്റമിൻ സി ആൻഡ് ടേമറിക് ആണ്. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ നമുക്കൊരു റേഡിയൻസ് തരാനും അതുപോലെ ടേമറിക് ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പിന്നെ മേഡ് സേഫ് സർട്ടിഫൈഡും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആയതുകൊണ്ടും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ബ്രഷ് കൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് ഞാനിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അല്ലാണ്ട് ബ്രഷ് എടുക്കാൻ മറന്നിട്ടല്ല കേട്ടോ. ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു ഗ്ലോ സീറം ഫൗണ്ടേഷൻ ആണല്ലോ ഇതിൻ്റെ പേര്. നമ്മുടെ സ്കിന്നൊരു ഗ്ലോ തരാനും എന്താ പറയുക, എന്നാൽ ഭയങ്കര ഒരു കേക്കി ഒരു ഓയിലി ലുക്ക് തരാതെ നമുക്കൊരു ഗ്ലോ ആൻഡ് ഒരു നാച്ചുറൽ ഫിനിഷിന് നമ്മുടെ ഈ ഒരു ഗ്ലോ സീറം ഫൗണ്ടേഷൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് പൊതുവേ ഈ മാറ്റ് ഫിനിഷുള്ള ഫൗണ്ടേഷൻസിനോട് അത്ര താല്പര്യമില്ല കേട്ടോ. കാരണം ഭയങ്കര മാറ്റായി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഡെയിലി യൂസിന് എനിക്കത് താല്പര്യമില്ല. ഞാനിങ്ങനെ ഒരു ഗ്ലോ ഫിനിഷ് തന്നെയാണ് പ്രിഫർ ചെയ്യുക. പിന്നെ നല്ലൊരു ഈവൺ കവറേജ് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ മുഖം ഒരു കളറും കഴുത്തൊരു കളറും ആവില്ലേ. പക്ഷെ ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷില്ല. ഞാനിങ്ങനെ ഒരു ഭയങ്കര മേക്കപ്പ് ഇട്ട പോലെ ഫീൽ ചെയ്യുന്നില്ലല്ലോ. അതാണ് എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. എന്താ പറയുക, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക ആൾക്കാർക്ക് സ്യൂട്ടാവുന്ന പല ഷെയ്ഡ്സും ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ലൂസ് പൗഡർ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാമാ എർത്തിൻ്റെ ഗ്ലോ മാറ്റിഫൈയിങ് ലൂസ് പൗഡർ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് വൈറ്റമിൻ സി ആൻഡ് ആലോവേറ ജെല്ലാണ്. വൈറ്റമിൻ സി ഞാൻ ഓൾറെഡി പറഞ്ഞു. ആലോവേറ ജെല്ല് നമ്മുടെ സ്കിന്നെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി, നമുക്കൊരു സ്മൂത്ത് ഫിനിഷ്, ഒരു സ്മൂത്ത് ടെക്സ്ചർ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എക്സസ് ഓയിലിനെയൊക്കെ അബ്സോർബ് ചെയ്യും. എന്നാൽ നമുക്കൊരു എയർ ബ്രഷ് മേക്കപ്പിൻ്റെ ഒരു ഫ്ലോലെസ് ലുക്ക് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മേക്കപ്പിനെ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിനങ്ങനെ ഷെയ്ഡൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കറക്റ്റ് ആ സ്കിൻ ടോൺ ഏതാണോ അതിലേക്ക് ബ്ലെൻഡ് ആവും കേട്ടോ. എന്തായാലും ഒരു എവറിഡേ മേക്കപ്പ് ലുക്കിന് പെർഫെക്റ്റ് ആണ് ഈ രണ്ട് പേരും. അപ്പോൾ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മാമാ എർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ മേടിച്ച് കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ഒന്ന്, ഒരു 20% ഓഫർ ഇട്ട് വെറുതെ കിട്ടില്ല. എൻ്റെ കോഡ് യൂസ് ചെയ്യണം, മാളവിക 2022. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈ 2025 അവരൊരു 1 million ട്രീ പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഭാഗമാവാം. നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീ ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. ഇനി അതൊന്നും വേണ്ട, ഓഫർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന്, നൈക്കിൽ നിന്നും, ഫ്ലിപ്കാർട്ടിൽ നിന്നും മേടിക്കാവുന്നതാണ്. ആൻഡ് മാമാ എർത്തിൻ്റെ വെബ്സൈറ്റ്
മാമാഅർത്തിൻ്റെ ആപ്പ് ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. എനിക്കിനി ഒരു ലിപ്സ്റ്റിക്കും മസ്കാരയും കൂടിയും ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോവാം. നമുക്ക് വണ്ടി ഓടിച്ച് കഥ പറഞ്ഞ് പോവാം. സ്റ്റോറിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അപ്പോൾ എൻ്റെ കഥ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഡ്രൈവിങ്ങിനോടുള്ളൊരു ഇഷ്ടം തുടങ്ങുന്നത് വളരെ ചെറുപ്പത്തിലാണ് കേട്ടോ. ഒരു 5-6 വയസ്സാവുമ്പോഴാണ് എനിക്ക് കാറിനോടൊക്കെ ഉള്ളൊരു ഇഷ്ടം സ്റ്റാർട്ടായത്. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനും ഇതേപോലെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. വണ്ടി, പ്രത്യേകിച്ച് കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം എന്തോ ചിലപ്പോൾ ജീൻസിലൂടെ ആവും എനിക്കും കിട്ടി. അച്ഛൻ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ കാർ ഓടിക്കുക, ബൈക്ക് ഓടിക്കുക, തലകുത്തി മറിയുക, അങ്ങനെ കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രോത്സാഹനം തരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ 1ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ഇത് തള്ള് എന്ന് ആരും പറയേണ്ട, കാരണം ഇത് തള്ളല്ല. കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാതിരിക്കുക, എനിക്കറിയില്ല. ഇതെൻ്റെ എന്താ പറയുക, യഥാർത്ഥമായ സ്റ്റോറീസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും മടിയിലൊക്കെ ഓരോ കുട്ടികൾ സ്റ്റിയറിംഗ് ഒക്കെ പിടിക്കുന്നതും, അതേപോലെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുട്ടികളെ ഇരുത്തിയിട്ട് ആക്സിലേറ്റർ പിടിപ്പിക്കില്ല, എന്നാലും അവർക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇരുത്തുന്നൊക്കെ കാണും. ഇപ്പോൾ പിന്നെ നിയമങ്ങളൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അതൊന്നും അത്ര തന്നെ പോസിബിൾ അല്ല. പക്ഷേ ഞാൻ ചെറുതാവുമ്പോൾ അച്ഛനിങ്ങനെ ഒഴിഞ്ഞ സ്ഥലമൊക്കെ കിട്ടുന്ന സമയത്ത് എന്നെ പിടിച്ച് മടിയിലിരുത്തും. അന്ന് ഫസ്റ്റ് നമ്മുടെ കാറ് ഓൾട്ടോ ആയിരുന്നു. ഞാൻ ജനിക്കുന്നതിൻ്റെ മുന്നേ ഒരു വാനായിരുന്നു, നമ്മുടെ മാരുതിയുടെ വാനില്ലേ. ഞാൻ ജനിച്ചതിന് ശേഷം ഓൾട്ടോ ആയിരുന്നു കേട്ടോ വണ്ടി. അപ്പോൾ ആ ഓൾട്ടോയിൽ എന്നെ ഇങ്ങനെ മടിയിലിരുത്തിയിട്ട് എന്ത് ചെയ്യും, സ്റ്റിയറിംഗ് പിടിപ്പിക്കും. അച്ഛനും പിടിക്കും. പിന്നെ എനിക്കൊരു ഫീൽ കിട്ടാൻ, ഞാൻ വണ്ടി ഓടിക്കുകയാണ് എന്നുള്ളൊരു ഫീൽ കിട്ടാൻ വേറൊരു ഇത് എഴുതി ഡിസ്ക്ലെയിമർ പോലെ എഴുതി കാണിക്കുന്നത്. എൻ്റെ അമ്മയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പാവം സീറ്റിൻ്റെ അറ്റത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ഷേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയതമ്മ? എവിടെയമ്മ ഞാൻ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഫീൽ കിട്ടോ, ഞാൻ വണ്ടി ഓടിക്കണം. പക്ഷെ അച്ഛൻ പിടിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാൻ പിടിക്കും. അപ്പോൾ അങ്ങനെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യിച്ചാൽ എന്നോട് സ്റ്റിയറിംഗ് പിടിപ്പിച്ച് ഇടയ്ക്ക് അച്ഛൻ വിടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ സ്റ്റിയറിംഗ് ഒക്കെ ബാലൻസ് ചെയ്യാൻ നോക്കും, പക്ഷേ നടക്കുമൊന്നുമില്ല. എനിക്ക് ആ 1ാം ക്ലാസ് പഠിക്കണം എനിക്ക് വരെ അച്ഛൻ്റെ ഇത് ചീത്ത കേട്ടിട്ടുണ്ട്, സ്റ്റിയറിംഗ് മര്യാദയ്ക്ക് പിടിക്കാത്തതിന്. എന്ത് ക്രൂരനായിരുന്നു ആലോചിച്ച് നോക്കൂ. പാവം 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്താ നമുക്കറിയാം. എന്നാലും ഞാൻ പിടിക്കും. അച്ഛൻ പിടിക്കുമെങ്കിലും ഞാൻ പിടിച്ചോ, ഭയങ്കര ഡ്രൈവറാന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെ സ്റ്റിയറിംഗ് പിടിച്ച് ഒരു 4th ഒക്കെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ പറയട്ടെ, നമ്മൾ ചെറുതിലെ ഇപ്പം ഞാൻ തള്ളാന്ന് തോന്നുന്നവർക്കുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഈ കുഞ്ഞു പിള്ളേർ നീന്തുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഫോറിനേഴ്സിൻ്റെ അവരെങ്ങനെ നീന്തുന്നത്, അവരെ അങ്ങോട്ട് ഇറക്കി വിടുകയാണ്. ലൈക്ക് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്സും കാര്യങ്ങളും ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക, ആ ഒരു ഫെസിലിറ്റീസോടുകൂടി അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവർ എത്രയോ ചെറുപ്പത്തിൽ നീന്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറുതിലേ നമ്മൾ പഠിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും നമുക്ക് പല കാര്യങ്ങളും. അപ്പം അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഒരു 4th സ്റ്റാൻഡേർഡിൽ അച്ഛൻ കാറ് മാറ്റിയിരുന്നു, വാഗണാർ ആക്കി കേട്ടോ. വാഗണാർ ആക്കിയിട്ട് എന്നെ ചാലിശ്ശേരി ഗ്രൗണ്ട്, ആക്ച്വലി ഞാൻ ഈ സ്റ്റോറി ഞാൻ നായികൻ്റെ ഏതോ അഹം റൗണ്ടിലോ അതോ ജോഷ് ടോക്സിലോ ഏതിലോ പറഞ്ഞിട്ടുണ്ട്, ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ 4th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ചാലിശ്ശേരി ഗ്രൗണ്ടിൽ എന്നെ കൊണ്ട് ആദ്യമായിട്ട് അച്ഛൻ്റെ മടിയിലൊന്നും ഇരിക്കാതെ ഇൻഡിവിജ്വലായിട്ട് ഈ ഡ്രൈവിംഗ് സീറ്റിലിരുന്നിട്ട്, അന്ന് പക്ഷെ എനിക്ക് ക്ലച്ച് ഔട്ടാൻ, ആക്സിലേറ്റർ, ഗിയർ അതൊന്നും ഒരു ABCD അറിയില്ല. ആകെ ഈ സ്റ്റിയറിംഗ് മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഭയങ്കര ധൈര്യം തരും. അമ്മയാണെങ്കിൽ അയ്യോ അലറലായിരുന്നു, ബാക്കിൽ കിടന്ന് അയ്യോ. അമ്മയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇതിലിട്ട് പോവാനും പറ്റില്ല, തൊയിരക്കേടല്ലേ. തൊയിരക്കേടിന് എന്താ സ്വൈരക്കേട് എന്താ അതായത് ടെൻഷന് നമ്മുടെ ഇവിടെ ഇങ്ങനെ സ്വൈരക്കേട് എന്നൊക്കെ പറയും. അപ്പം എന്തായാലും ഞങ്ങളെ 2 പേരും ഇതിലിട്ടിട്ട് പോവാനും വയ്യ. എന്നാ അമ്മയ്ക്ക് പേടിയാണ്. എന്നിട്ട് അമ്മ ബാക്കിൽ കിടന്ന് അയ്യോ നിലവിളി ഊരായിരുന്നു. ഈ കുട്ടിയുടെ കയ്യിലൊക്കെ വണ്ടി കൊടുക്കാറുണ്ട്, പക്ഷെ ഗ്രൗണ്ടാണ്, പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ അപ്പുറത്തിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഫസ്റ്റത്തെ എനിക്കിത് എന്താ ക്ലച്ച് എന്നല്ല, അച്ഛൻ പറഞ്ഞു ലെഫ്റ്റ് നിന്ന് ആദ്യത്തെ സാധനം ചവിട്ടി പിടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചവിട്ടി പിടിച്ചു. എന്നിട്ട് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു
റൈറ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, റൈറ്റിലെ സാധനം ഈ ലെഫ്റ്റിലെ സാധനം എടുക്കുമ്പോൾ പതുക്കെ ചവിട്ടി കൊടുക്കണം, അങ്ങനെയൊക്കെ അറിയുള്ളൂ. ക്ലച്ച് ആക്സിലേറ്റർ ഒന്നും അങ്ങനെ ഭീകരമായിട്ടൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പറയാൻ തന്നെ അത് അറിയില്ലായിരുന്നു. എന്തായാലും അപ്പം ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സാധനം പട്ടേ പറഞ്ഞിട്ട് എടുത്തിട്ട് ആക്സിലേറ്റർ ആണ് കൊടുത്തപ്പോൾ വണ്ടി ഒരു ചാട്ടമായിരുന്നു ഫ്രണ്ടിലേക്ക്. ഗ്രൗണ്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഓഫായില്ല കേട്ടോ, അതാണ് കോമഡി. കാരണം അച്ഛൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അങ്ങനെ കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതെടുക്കലും ചവിട്ടലും ഒപ്പമായിരുന്നു. അതുകൊണ്ട് വണ്ടി ഓഫായില്ല, പക്ഷെ നല്ലൊരു ഹൈ ജമ്പ് ചാടിയിട്ടാണ് എന്താ പറയുക വണ്ടി ഫ്രണ്ടിലോട്ട് പോയി. എന്നിട്ട് ഗിയർ മാറ്റാൻ അറിയില്ലല്ലോ, ഫസ്റ്റ് ഗിയറിലിട്ട് എരപ്പിച്ച് ഞാനൊരു 4 റൗണ്ട് ഇങ്ങനെ പോയി. അവിടെ തന്നെ ഒരു ഇട്ടാവട്ടം തന്നെ, അങ്ങനെ എരപ്പിച്ച് ഭയങ്കര ഇതൊക്കെ ആയിട്ട് റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല. എന്നിട്ട് നിർത്തിയിട്ട് എന്തായി, നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വണ്ടി മാറ്റിയിട്ട് സൈലോ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ സൈലോ ആക്കിയപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കയ്യും എത്തില്ല കാലും എത്തില്ല, ഒന്നും എത്താത്തൊരവസ്ഥയിൽ പോയി. വണ്ടി വലുതാണ്, ഞാൻ എപ്പോഴും ചെറുതായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് പോസിബിൾ അല്ലാതായപ്പോൾ ഇപ്പുറത്തിരുന്ന് അച്ഛൻ ഗിയർ പതുക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത്, അങ്ങനെ എങ്ങനെ ഇടുക എന്നുള്ളത് 1 by 1 ആയിട്ട് എനിക്ക് പഠിപ്പിച്ചു. അച്ഛൻ്റെ കൈ എന്നെ പിടിച്ചിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ ഗിയർ ഇടിയിപ്പിക്കും. അങ്ങനെ അപ്പം എനിക്ക് ഗിയറിനെ പറ്റിയിട്ടൊരു ഐഡിയ ആയി. അതിനുശേഷം അതിനൊക്കെ ശേഷം പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓരോ കാറിൽ കയറുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോരുത്തർ ഓടിക്കുന്നത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. ഓക്കെ, ഡ്രൈവ് ചെയ്യുമ്പോൾ അതെനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പോയിന്റാണ്. കാരണം നമ്മൾ വണ്ടി ഓടിക്കൽ മാത്രമല്ല, ഇപ്പോൾ ഓടിക്കാൻ പഠിക്കുന്നതിൻ്റെ മുന്നേ വേറൊരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം നമുക്കപ്പോൾ ഒരു ഐഡിയ കിട്ടും ഇവരെപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഗിയർ എപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്ത് അവർ എങ്ങനെയാണ് ഓടിക്കുന്നത്, അതൊക്കെ നമുക്ക് കുറച്ച് ഒബ്സർവ് ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ കാലിലേക്കൊക്കെ നോക്കും. ഞാൻ ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ പ്രദീപേട്ടനൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ സ്ഥിരം വിളിക്കണ ഡ്രൈവറായിട്ടാണ്, നമ്മുടെ വീട്ടിലെ സ്വന്തം ആളെ പോലെയാണ്. അപ്പോൾ പ്രദീപേട്ടൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ കാലിലേക്ക് നോക്കും, എപ്പോഴാണ് ഇത് ചവിട്ടുന്നത്, എപ്പോഴാണ് ഗിയർ മാറ്റുമ്പോൾ എപ്പോഴാണ് ചവിട്ടണത്. ആട് പാമ്പേ ക്യാമറ ആടണം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ കീനായിട്ട് ഒബ്സർവ് ചെയ്തിരുന്നു. അതൊക്കെ ഗുണം ചെയ്തിരുന്നു എനിക്ക് ലൈസൻസ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പ്രോപ്പറായിട്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയാം. കുറച്ച് നീണ്ടുപോയില്ലേ, എന്നാലും ഇത് കംപ്ലീറ്റ് പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർണ്ണമാവില്ല, രണ്ടും ഒരേ അർത്ഥമില്ല. എന്തായാലും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ഞാൻ ലൈസൻസ് എടുക്കാൻ പോയ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് ഓൺ റോഡ് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു, കാരണം നമുക്ക് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺ റോഡ് ഇപ്പോൾ വണ്ടികളുടെ ഇടയിലുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ കയറ്റത്തിൽ നിന്ന് വണ്ടി പുറകിലോട്ട് വരാണ്ട് എടുക്കുക, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലായിരുന്നു. ജസ്റ്റ് വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാറിയാം, ഗിയർ ഒന്ന് ചേഞ്ച് ചെയ്യാറിയാം എന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ലൈസൻസിൻ്റെ കാര്യങ്ങൾ എളുപ്പമാണ്, അവർ ചെയ്തോളൂല്ലോ എല്ലാം. നമ്മൾ ജസ്റ്റ് ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നീള ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പട്ടാമ്പിയിൽ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ ചേർന്നത്. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മാഷും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഓൾമോസ്റ്റ് 1 വീക്കിൽ തന്നെ നമുക്ക് സെറ്റായിട്ടോ, ദൈവാനുഗ്രഹം കൊണ്ട് 1 വീക്കിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാം സെറ്റായി. കാരണം പിന്നെ സാറും ഭയങ്കര കോൺഫിഡൻസ് വരുന്ന ആളായിരുന്നു. എന്താ പറയുക, ഇങ്ങനെ നീ ഓടിച്ചു പോകാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കോൺഫിഡൻസ് തരും, നല്ല ജോളിയായിരുന്നു. അപ്പോൾ പിന്നെ വേഗം പഠിച്ചു എന്നെ. എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ കൂടെയൊക്കെ എടുത്തുകൊണ്ടേണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തി തന്നു. എന്നിട്ട് അവിടെ നിന്ന് എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് ബാക്കിക്കൊക്കെ വന്നെങ്കിലും പിന്നെ സെറ്റായി, കാരണം പ്രാക്ടീസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ ലേണേഴ്സ് എടുത്തിട്ടാട്ടോ അതൊക്കെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആയി. എന്നിട്ട് ആ ദിവസം വന്നു, ഏത് ലൈസൻസ് എടുക്കുന്ന ദിവസം വന്നിരിക്കുകയാണ്. ടെൻഷൻ. ഞാൻ 2 വീലറിൻ്റെ എടുത്തിരുന്നു. അപ്പോൾ 2 വീലറിൻ്റെ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗിയർ, അങ്ങനെ ഒരു മണ്ടത്തിൽ എനിക്ക് പറ്റി. ഞാൻ വിത്തൗട്ട് ഗിയർ ലൈസൻസ് ആണ് എടുത്തത്, ആൻഡ് 4 വീലറിൻ്റെയും.
അപ്പോൾ എനിക്ക് ഏറ്റവും ടെൻഷൻ 4 വീലറിനെക്കാട്ടിലും ഈ 2 വീലറിൻ്റെ ആയിരുന്നു കേട്ടോ. കാരണം 4 വീലർ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് സെറ്റാക്കാൻ പറയും. അപ്പോൾ ആദ്യം എന്നെ വിളിച്ചത് 4 വീലർ, എനിക്കിപ്പോഴാണ് ആദ്യം എന്നെ വിളിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നിട്ട് പക്ഷെ കുഴപ്പമില്ല, 4 വീലർ നൈസായിട്ട് കിട്ടി. കാരണം അതിന് മുന്നേ നമ്മൾ ഈ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല, ആ കമ്പികളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിലെ സാറിന് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അത് നമുക്കിങ്ങനെ ഓരോ ടിപ്സൊക്കെ പറഞ്ഞു തരും, എങ്ങനെയാണ് അതെടുക്കേണ്ടത്, ഏത് മിറർ നോക്കണം, എപ്പോൾ തിരിക്കണം എന്നൊക്കെയുള്ള നമുക്കൊരു ഐഡിയ തരും. അതുകൊണ്ട് അത് വലിയ സീനില്ലായിരുന്നു. 2 വീലർ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം ഒന്നാ വണ്ടി ഇത്തിരി ആക്സിലേറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നേരെ പെടുക്കൂന്ന് പറഞ്ഞിട്ട് ആ സാധനം കുത്തിയിടും. എന്നാലും എനിക്ക് രണ്ടും ഭാഗ്യം കൊണ്ട് എന്താ പറയുക, ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടി, ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കിട്ടി. അപ്പോൾ അതായിരുന്നു എൻ്റെ ലൈസൻസ് എടുത്ത സ്റ്റോറി. 18 വയസ്സായപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തു കേട്ടോ. ഞാൻ കാത്തിരിക്കാനേ നിന്നില്ല. 18 ആയപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കഥ. അപ്പോൾ ലൈസൻസ് കിട്ടിയാൽ മതിയോ, കാറ് കിട്ടണ്ടേ? അമ്മ ചെറുതായിട്ട് ചെരിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ ഈശ്വര? അപ്പോൾ ഇതുവരെ എന്താ എടുത്തത്? എല്ലാവരും ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക, കാരണം അത് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി. അമ്മ ഇവിടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ മറ്റേ സിനിമയിലെ ഡയലോഗില്ല, എന്താ, പ്രകൃതിയിൽ അമ്മയേക്കാൾ വലിയ പോരാളിയില്ല, അതുപോലെ അമ്മ ഇവിടെ പോരാടി ഇരിക്കുകയാണ്. അതാണ് ഡയലോഗെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു തന്നത് ലൈസൻസ് കിട്ടിയാൽ മാത്രം പോരാ, അത് ഓടിക്കണമല്ലോ, വണ്ടി വേണമല്ലോ ഓടിക്കാൻ. അപ്പോൾ നമ്മുടെ ഫണ്ടൊക്കെ സെറ്റായി വരാൻ വേണ്ടി കുറച്ചധികം സമയമെടുത്തു. അങ്ങനെ മാർച്ചിലാണ് എനിക്ക് ലൈസൻസ് കിട്ടിയെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്, കാർ എടുക്കുന്നത്. കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു, ഏത് കാർ എടുക്കണം, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുകയും വേണം. ഫസ്റ്റ് ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വേണോന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ പല പല അഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അമ്മോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം എടുത്തു, ഫസ്റ്റ് ഹാൻഡ് മതി, പുതിയ വണ്ടി മതി. കാരണം അപ്പം നമ്മുടെ ആയിട്ട് അങ്ങോട്ട് എന്താ പറയുക, നമ്മൾ ഈ പട്ടിക്കുട്ടികളുടെ കാര്യം പറയില്ലേ, പപ്പിയായിട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളർത്തി വലുതാകുമ്പോൾ നമ്മുടെ കയ്യിൽ കിടന്ന് വളർന്ന പോലെ ഫസ്റ്റിന് നമ്മുടെ കൈ കിട്ടുമ്പോൾ എന്തോ ഒരു സന്തോഷം. അതിപ്പോൾ ഈ കാറൊന്നും പ്രശ്നമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ലക്ഷറി വണ്ടികളൊക്കെ അധികം എല്ലാവരും സെക്കൻഡ് ഹാൻഡ് ആണ് എടുക്കുന്നത്. അപ്പം എന്തായാലും ഈ കാറ് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്തതാണ്. അത് ഈ കളറിന് തന്നെ എത്ര അഭിപ്രായങ്ങളുണ്ടായിരുന്നു. എനിക്ക് ബ്ലൂ കളറാണ് ഇഷ്ടം, പക്ഷെ ബ്ലൂ കളർ ഡാർക്ക് ആയതുകൊണ്ട് അതിൽ ഇങ്ങനെ സ്ക്രാച്ച് വന്നാൽ വേഗം വിസിബിൾ ആവും. അങ്ങനെ കുറേ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പെട്രോൾ വേണോ ഡീസൽ വേണോ, ലൈക്ക് ഫുൾ ഓഫ് അഭിപ്രായങ്ങൾ. ഞാനങ്ങനെ ബ്ലൂ കളർ സ്വിഫ്റ്റ് മിഡിൽ ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കുള്ളൊരു ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ ഞാനൊന്നും എടുത്തില്ല. കാരണം എക്സ്ട്രാ ആയിട്ട് അലോയ് വീലും ഇവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്തായാലും മിഡിലും അല്ല തോന്നുന്നു, അത് കഴിഞ്ഞിട്ടുള്ള എന്തോ സംഭവമാണ്. അങ്ങനെ ബ്ലൂ കളർ പെട്രോൾ വണ്ടി എടുത്തു. കാരണം എന്നോട് പറഞ്ഞു പെട്രോൾ ആയിരിക്കും ബെറ്റർ, അധികം ഓട്ടം ഒന്നും ഇല്ലല്ലോ, പിന്നെ വണ്ടി ഓടിക്കാൻ സ്മൂത്തായിരിക്കും, പിന്നെ മെയിൻ്റനൻസും ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എടുത്തപ്പോൾ തൊട്ട് ഈ വണ്ടിക്ക് ഓട്ടമാണ് കേട്ടോ. ഞാൻ പറയട്ടെ, ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. കാരണം പെർഫെക്റ്റ് ടൈമിലാണ് ഞാൻ ഈ കാർ എടുത്തത്. കാരണം കാർ എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത വർഷമല്ലേ അമ്മേ കോവിഡ് വന്നത്, അടുത്ത വർഷമാണ് ഈ കൊറോണ നമ്മുടെ നാട്ടിൽ വന്ന് ആകെ സീനാക്കിയത്. ആ സമയത്ത് ഈ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ വട്ടം തിരിഞ്ഞേനെ. ഓൾറെഡി കൊച്ചിയിൽ ഈ കാർ എടുക്കുന്നതിന് മുന്നേ കുറേ ഊബറിനും ഓട്ടോനും പൈസ കൊടുത്ത് ആകെ മുടിഞ്ഞ സമയത്താണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അതിനൊരു ആശ്വാസമായിരുന്നു. പിന്നെ കോവിഡ് വന്നപ്പോൾ ഇപ്പോൾ നമുക്ക് എറണാകുളം ടു നാട്ടിലേക്ക് വരിക, അങ്ങനത്തെ ഇപ്പം എൻ്റെ എക്സാംസ് പല സെൻറ്റർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ എക്സാം സെൻറ്ററിലേക്ക് പോവാം. അന്നൊക്കെ കുറച്ച് ഈ പ്രൈവറ്റ് വെഹിക്കിൾസ് മാത്രമേ വിടുള്ളൂ, ടാക്സി വിടില്ല, അങ്ങനെയൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈശ്വര കറക്റ്റ് സമയത്ത് നമുക്ക് ആ ഫണ്ട് സെറ്റായി, നമുക്ക് വണ്ടി എടുക്കാൻ പറ്റി, കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോയി. സോ അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമായിട്ടോ, അതായത് നടക്കേണ്ട സമയത്ത് എല്ലാം നടക്കും. നമ്മൾ അതിനൊരു എഫേർട്ട് ഇട്ടാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മൾ പറയില്ല, താൻ പാതി ദൈവം പാതി, അതുപോലെയാണ്. എല്ലാം സുഖമായിട്ട് നടന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ ഈ വണ്ടി കിട്ടി. അപ്പോൾ വണ്ടിയുടെ തുടക്കം ഇനീഷ്യൽ സ്റ്റേജ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ഒരു 2 ദിവസം എൻ്റെ കൂടെ
പ്രദീപേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പ്രദീപേട്ടൻ ഉണ്ടായിരുന്നു അല്ലേ, 2 ദിവസം എന്തോ കൂടെ ഇരുന്നു. കാരണം ഞാൻ പുതിയ ആളാണല്ലോ, പുതിയ വണ്ടി, പുതിയ ആള്, ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഓടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അപ്പം ആദ്യം പാലക്കാടിക്കാണ് പോയത്, എനിക്ക് ഓർമ്മ ഉണ്ട്. എന്നിട്ട് പ്രദീപേട്ട സൈഡിൽ, പ്രദീപേട്ട വേറെ ഒന്നും ചെയ്തില്ല, ഇങ്ങനെ പറഞ്ഞു തന്നു, കുറച്ച് ലെഫ്റ്റ് കുറച്ച് റൈറ്റ്, ബാക്ക് റിവേഴ്സ് എടുക്കാനൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എറണാകുളത്തേക്ക് കിട്ടു. അന്ന് അപ്പുവേട്ടനാണ് എൻ്റെ കൂടെ ഉണ്ടായത്. അപ്പുവേട്ടൻ എന്ന് പറഞ്ഞാൽ വൈശാഖേട്ടൻ ഞാൻ വിളിക്കാറില്ല കേട്ടോ, ഞങ്ങൾ അപ്പുവേട്ടൻ എന്ന് വിളിക്കുക. അമ്മയുടെ ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ ആള് കൂടെ ഇരുന്നു കൊച്ചിയിലേക്ക് പോകുമ്പോൾ. ഞാൻ ഫുൾ സ്ട്രെച്ച് ഓടിച്ചു, ഇല്ല തോന്നുന്നില്ല, കുറച്ച് അപ്പൂട്ട് ഓടിച്ചു, കുറച്ച് ഞാൻ ഓടിച്ചു, അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെയാണ് നമ്മൾ കൊച്ചിയിലേക്ക് അപ്പം പോയി. പിന്നെ തൊട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആദ്യത്തെ ആഴ്ച ഒഴിച്ച് പിന്നെ ഞാൻ ഫുൾ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങോട്ട് എടുത്തു അതോറിറ്റി. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോഴെന്തോ ഞാൻ കോട്ടയത്തേക്കും പോയി കേട്ടോ. അയ്യോ അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു മണ്ടത്തരം എന്ന് പറയാൻ പറ്റില്ല, നോട്ട് കംപ്ലീറ്റ്ലി മണ്ടത്തരം, പക്ഷേ എനിക്ക് ചെരുപ്പിട്ട് ഓടിക്കാൻ അറിയില്ലായിരുന്നു. കാരണം എന്നെ ഇപ്പോൾ ഡ്രൈവിംഗ് സാർ ആയാലും ശീലിപ്പിച്ചത് ചെരുപ്പ് അഴിച്ചിട്ട് ഓടിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് പ്രദീപേട്ടൻ വന്നിരുന്നപ്പോൾ എന്നോട് ചെരുപ്പ് അഴിച്ചിട്ട് ഓടി. പിന്നെ ഞാൻ കാണുന്നവരൊക്കെ കുറേ പേര് ചെരുപ്പ് അഴിച്ചിട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എന്തോ അത് ഫോളോ ചെയ്തു. അപ്പം എന്തായി, എനിക്ക് ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. ഇപ്പോൾ മോളിലേക്കൊക്കെ പോകണം, ഞാൻ ഷൂ ആയിട്ടെന്ന് വെച്ചാൽ ഈ ഷൂ ഒക്കെ അഴിച്ചിട്ട് ചെരുപ്പിടാണ്ട് ഓടിക്കും. എന്നാൽ ഞാൻ അവിടെ എത്തിയിട്ട് ഷൂ ഇടും. അപ്പം ഞാൻ തന്നെ തീരുമാനിച്ചു ഇത് ഞാനായിട്ട് തന്നെ മാറ്റണം, ഇല്ലെങ്കിൽ നല്ല സീനാണ്. ഇപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ടൈ ചെയ്യുന്ന ചെരുപ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഞാനിത് അഴിക്കണം, ഊരണം, ഇടണം, ഭയങ്കര കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ ചെരുപ്പിട്ടിട്ട് ഓടിക്കാൻ പഠിക്കും. അങ്ങനെ അന്ന് കോട്ടയം പോകുമ്പോൾ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോകുമ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്തത്. നമ്മളെന്നെ ട്രൈ ചെയ്യണമല്ലോ, വേറെ ആരും ഒന്നും ചെയ്യില്ല, നമ്മളെന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. അപ്പോൾ സ്ലിപ്പർ ഇട്ടിട്ട് ഓടിച്ചു, അതാകുമ്പോൾ കട്ടി കുറവാണല്ലോ. അപ്പോൾ ഒരു സ്ലിപ്പർ ഇട്ടിട്ട് ഞാൻ ഓടിച്ചു ആദ്യം. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഇതെന്തത് ആക്സിലേറ്റർ കൊടുക്കുന്ന ആ ഒരു അളവൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, എത്രത്തോളമാണ് ഞാൻ ചവിട്ടുന്നത് അതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ പതുക്കെ ഞാനത് സെറ്റായി. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള ചെരുപ്പ്, അങ്ങനെ ഞാൻ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു ചെരുപ്പിട്ട് ഓടിക്കാൻ. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. പിന്നെ ഈ മാനുവൽ ഓട്ടോമാറ്റിക് അത് ഭയങ്കര തർക്കമായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയി കളറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ. കളർ ശരിയാണ് കേട്ടോ, ഡാർക്ക് കളർ. ഇപ്പോൾ ഇതിലൊക്കെ നല്ല സ്ക്രാച്ചൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊരു ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഈ മാനുവൽ ഓട്ടോമാറ്റിക്കിൽ ഭയങ്കര തർക്കം ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ഓട്ടോമാറ്റിക് എടുത്താൽ മതി, പെൺകുട്ടിയാണ് ഓട്ടോമാറ്റിക് എടുത്താൽ മതി, അതാവുമ്പോൾ സൗകര്യമാണ്. ലൈക്ക് പെൺകുട്ടിയാണെന്ന് ചിലർ പറഞ്ഞു. ഇപ്പം ബ്ലോക്കിലൊക്കെ പോകുമ്പോൾ യൂസ്ഫുൾ ഓട്ടോമാറ്റിക്കാണ്. അതിനോട് ഞാൻ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുന്നു. നമുക്ക് ബ്ലോക്കിലൊക്കെ പ്രത്യേകിച്ച് കൊച്ചി ട്രാഫിക്കിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നല്ലത്. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കൊരു മാനുവൽ വണ്ടി. കാരണം മാനുവൽ വണ്ടി ഓടിച്ച് സെറ്റായ പിന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് പോയാലും കുഴപ്പമില്ല. നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ യൂസ്ഡ് ആയാൽ പിന്നെ നമുക്കൊരു സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ ഒരാളുടെ മാനുവൽ വണ്ടി എടുക്കേണ്ടി വരികയാണ്, അപ്പോൾ നമ്മൾ ആകെ അന്തം വിടും. ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ ഉണ്ട്, ലൈക്ക് ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് മാനുവൽ ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഓട്ടോമാറ്റിക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിച്ചാൽ സെറ്റാവും, ഒരു തവണ നമ്മൾ ഒന്ന് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ സെറ്റാവും. പക്ഷെ മാനുവൽ അങ്ങനെയല്ല, യൂസ് ചെയ്ത് നമുക്ക് പഴക്കം വേണം, അത് ആ ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം. ഞാൻ പിടിച്ച പിടിയിൽ ഞാൻ മാനുവലിന് എടുത്തു. അപ്പോൾ കുറേ പേരുടെ ചോദ്യമായിരുന്നു എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് ആണോ മാനുവലാണോ. അത് മാനുവലാണ്. എനിക്ക് അത് അത്രയും എനിക്ക് തറവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാനുവൽ എടുത്തത്. യെസ്, അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി. ഞാനിപ്പോൾ എന്ത് പറഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത് ചെരുപ്പ് ഇടേണ്ട സ്റ്റോറി പറയാം. ഓക്കെ, അങ്ങനെ ചെരുപ്പ് ഇട്ട് ഓടിക്കാൻ പഠിച്ചു, മാനുവലെല്ലാം സെറ്റായി. പിന്നെ എനിക്ക് ടാസ്ക് ആയിരുന്നു റിവേഴ്സ് പാർക്കിംഗ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ഭയങ്കര പ്രോ ആയി, ഒരു 2 വീക്സിനുള്ളിൽ ട്രാഫിക് ഒന്നും ഒരു പ്രശ്നമില്ല, അങ്ങനെയൊക്കെ ആയി. പക്ഷേ റിവേഴ്സ് പാർക്കിംഗ് ഞാൻ പൂജയായിരുന്നു. എനിക്ക് പാർക്ക് ചെയ്യാൻ തീരെ അറിയില്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മറ്റേ പനമ്പിള്ളി നഗറിലല്ല ആരെങ്കിലുമൊക്കെ, പക്ഷേ ദൈവം സഹായിച്ചുണ്ടാവും കേട്ടോ എനിക്ക് പറഞ്ഞു തരാനായിട്ട്. പിന്നെ പെൺകുട്ടിയെന്ന് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരും, അങ്ങനത്തെ രീതിയിലല്ല. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, പെൺകുട്ടി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പാവം ബിഗിനറാണ് എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നല്ല ആൾക്കാർ വരാറുണ്ട് കേട്ടോ, ഞാൻ മറ്റേ രീതിയിലല്ല പറഞ്ഞത്. എന്തായാലും അപ്പം അങ്ങനെ എന്നെ 2-3 അങ്കിളുമാരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തോ എന്നൊക്കെ പറയാൻ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ട്. കാരണം അമ്മയ്ക്കും പറയാനിപ്പോൾ ഒരു പരിധിയുണ്ട്, അമ്മയ്ക്കും പറഞ്ഞു തരാൻ അറിയില്ല. എന്തമ്മ
പാവം അമ്മയ്ക്ക് കൈ ഇറഞ്ഞു എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ട് ചെയ്താണ്. അപ്പോൾ എന്തായാലും അതിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ റിവേഴ്സ് പാർക്കിംഗ് പഠിച്ചത് ലുലു മോളിൽ നിന്നാണ്. കാരണം അവിടെ റിവേഴ്സ് പാർക്ക് ചെയ്ത് ഇട്ട് അങ്ങനെ പഠിച്ചതാണ് ഞാൻ. എക്സ്ക്യൂസ് മീ. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്താണ് റിവേഴ്സ് പാർക്കിംഗ് സെറ്റ് ആവുള്ളൂ. നമ്മൾ ഇപ്പോൾ ഒരാൾ പറഞ്ഞു തന്നുകൊണ്ട് ഒന്നുമില്ല, നമ്മളായിട്ട് മിറർ എല്ലാം നോക്കി ഒരു ഐഡിയ വെച്ച് റിവേഴ്സ് പാർക്ക് ചെയ്ത് നമുക്കത് പഠിക്കുള്ളൂ. ഇപ്പോൾ ഈ നമ്മൾ കണക്കൊക്കെ പറയില്ലേ, മാത്സ് പ്രോബ്ലം എന്താ പറയുക, വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല, ചെയ്ത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അതേപോലെയാണ് റിവേഴ്സ് പാർക്കിങ്ങും. ചെയ്ത് തനിയെ പഠിക്കും. അങ്ങനെ റിവേഴ്സ് പാർക്കിങ്ങും സെറ്റായി. പിന്നെ വലിയ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഈ കോൺഫിഡൻസ് കിട്ടി. എനിക്കിനി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പറയാം കേട്ടോ. ആദ്യം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും പേടിച്ചിട്ട് ആരും വണ്ടി ഓടിക്കരുത്. ഇപ്പം എനിക്ക് തന്നെ കുറേ പേരെ അറിയാം, എന്തെങ്കിലും ഒരു ഞാൻ ഇപ്പോൾ നേരത്തെ ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ലൈസൻസ് എടുത്ത് വെച്ചിട്ട് പിന്നെ ഓടിക്കാതെ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ പലരും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. പേടിക്കരുത്. ഇപ്പോൾ ഒരു ലോറി ഓപ്പോസിറ്റ് വരികയാണ്, എന്താ ചെയ്യുക അമ്മ എന്ന് പറഞ്ഞിട്ട് പാനിക്കാവരുത്. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു. നമുക്കിപ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ഓവർടേക്ക് ചെയ്യണം. അതല്ലാണ്ട് ഇപ്പോൾ എനിക്ക് അതിന് പോലും ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ ഓവർടേക്ക് ചെയ്യും, ഒരു ബസ്സിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്യുക? ചിലപ്പോൾ ബസ് എല്ലാ സ്റ്റോപ്പിൽ നിർത്തിപ്പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓവർടേക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതങ്ങോട്ട് നമ്മൾ ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് പോവുക തന്നെ. ഓക്കെ, സോ കോൺഫിഡൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നെങ്കിൽ സ്വന്തമായി ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ച് നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാക്കുക, ഓടിച്ച് ശീലിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, എന്താ പറയുക, ഇപ്പോൾ നിങ്ങളിപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്, ലൈസൻസ് എടുക്കാൻ പോണേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് ഓക്കെ 18 വയസ്സായാലല്ലേ, അത് അപ്പോഴത്തെ കാര്യമല്ലേ, അപ്പോൾ വണ്ടി ഓടിക്കാം, അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കാറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യുക. ഇവർ എപ്പോഴാണ് ഗിയർ മാറ്റുന്നത്, എപ്പോഴാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്, എപ്പോഴാണ് ഗിയർ അപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെ ഇവർ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യുന്നത്. ഈവൻ ദോ നമുക്ക് ഓടിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഒബ്സർവ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ലേണേഴ്സൊക്കെ എടുത്തിട്ടുള്ള സമയത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസിന് പോവുക, ഗ്രൗണ്ടിലൊക്കെ പ്രാക്ടീസിന് പോവുക. ഇനിയിപ്പോൾ ലേണേഴ്സ് എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വീട്ടിലൊക്കെ വണ്ടി നിർത്തിയിട്ടുള്ള സമയത്ത് വണ്ടി റോട്ടിൽ ഓടിക്കരുത്, അതൊക്കെ നിയമവിരുദ്ധമാണ്. അതല്ല ഞാൻ പറയുന്നത്. ആരെങ്കിലും കൂടെ വേണം കേട്ടോ, ഒറ്റയ്ക്ക് ആരും എടുത്ത് ചെയ്യരുത്. ഇപ്പോൾ കൂടെയൊക്കെ ആരെങ്കിലും ഇപ്പോൾ കസിൻസോ അച്ഛനോ ബ്രദർ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് വണ്ടി നിർത്തിയിട്ട സമയത്ത് ഗിയറൊക്കെ ഒന്ന് മാറ്റി നോക്കുക. ഓക്കെ, എങ്ങനെയാണ് ഗിയർ ഫസ്റ്റിലേക്ക് ഇടുക, എങ്ങനെയാണ് റിവേഴ്സ് ഇടുക, എങ്ങനെയാണ് ഫിഫ്ത്തിലേക്ക്, അതൊക്കെ നമ്മളൊന്ന് അങ്ങനെ നിർത്തിയിട്ട സമയത്ത് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്ലച്ചിൻ്റെ രീതികളൊക്കെ ABC അങ്ങനത്തെ ഷോർട്ട് ഫോംസ് ഒക്കെ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുക. അത് എവിടെയാണ് ആക്സിലേറ്റർ, എവിടെയാണ് ബ്രേക്ക്, ക്ലച്ച്, ഇതൊക്കെ വണ്ടി നിർത്തിയിട്ട സമയത്ത് നമുക്ക് ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വേറൊരു പോയിന്റ്. ഇനി ഏറ്റവും പ്രധാനം, നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുക. നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ജനറേഷൻ, ഞാൻ അങ്ങനെ പറയില്ല, നമ്മൾ ഉൾപ്പെടെ നമുക്കൊരു എന്താ പറയുക, ഒരു ക്രേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് നിയമം ഒന്നും നോക്കാണ്ട് ഓവർടേക്കിങ് സ്പീഡ് പോവുക, അല്ലെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ ഒന്ന് നമ്മൾ അല്ലേ, ഞാൻ ഇത് തള്ളുകയല്ലോ, കറക്റ്റ് ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നും, ഫ്രണ്ട്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ സ്കിൽസൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് എക്സ്ട്രാ നമ്മൾ സ്പീഡ് എടുക്കും, ഇല്ലെങ്കിൽ പാട്ട് ഉറക്ക വെച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അത് നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ഇതാണ്. നമ്മൾ മനസ്സിനെ ഫീഡ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ നന്നായി വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നതാണ്, ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ എന്ത് ലെവലിലാണ് വരുന്നത്, അല്ലെങ്കിൽ അവർ നേരെയാണോ ഓടിക്കുന്നത്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളി അലേർട്ടായിരിക്കണം. നമ്മുടെ മൈൻഡ് ഓക്കെ, ഞാനിപ്പോൾ വർത്തമാനം പറയുന്നുണ്ട്, അതൊക്കെ ഓക്കെ, പക്ഷെ പറയുമ്പോഴും നമ്മുടെ കണ്ണ് ചുറ്റും എന്താ പറയുക, അത്രയും ശ്രദ്ധയോടെ ഇരിക്കണം, നിയമങ്ങൾ പാലിക്കണം. പിന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി പതുക്കെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരാൾ നമ്മുടെ നെഞ്ചത്തോട്ട് വരികയാണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് കുറയും. നമ്മൾ സ്പീഡ് പോവാണ്, അവർ സ്പീഡിൽ വരികയാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ വളരെ ശ്രദ്ധയോടെ നിയമങ്ങളെല്ലാം പാലിച്ച് വണ്ടി ഓടിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. സീറ്റ് ബെൽറ്റൊക്കെ പോലീസിനെ കാണുമ്പോൾ മാത്രം ഇടുന്ന ആ ഒരു രീതി ഒഴിവാക്കുക. കാരണം ഇപ്പോൾ പല വണ്ടിയിലും സീറ്റ് ബെൽറ്റ് ഇട്ടാലെയാണ് എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെക്കണം. പിന്നെ സീറ്റ് ബെൽറ്റ് എന്തുകൊണ്ടും നല്ലതാണ്. സഡൻ ബ്രേക്ക് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ നെറ്റിയോ താടിയോ ഒക്കെ പോയി കുത്താതിരിക്കാൻ വളരെ നല്ലത്. എന്താ അമ്മ ഫോൺ ചെയ്യരുത്, അമ്മ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. യെസ്, ഫോൺ ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കരുത്. എൻ്റെ ഒരു ഉപദേശം അങ്ങനെയല്ല, മാനുവലിൽ എപ്പോഴും ഒരു പഴക്കം വരുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഓട്ടോമാറ്റിക്കിലേക്ക് നിങ്ങൾ പോയാലും പ്രശ്നമില്ല. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എനിക്ക് മാനുവൽ പ്രശ്നമേ ഇല്ല. ഇപ്പം ഞാനൊരു 3 കൊല്ലത്തോളം മാനുവൽ ഓടിച്ചുകൊണ്ട് വരികയാണ്. 3 കൊല്ലം ഓടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഞാൻ പറയാണ് 3-4 കൊല്ലമായിട്ട് ഇപ്പോൾ മാനുവൽ ഓടിക്കുന്നുണ്ട്. ഇനി എനിക്ക് ഓട്ടോമാറ്റിക്കിലേക്ക് ഇനി അടുത്തൊരു വണ്ടി എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, ഞാനിപ്പോൾ എന്താ പറയുക, ഇടുക്കി പോയി, തേക്കടി, മൂന്നാർ പോയി. സോ ഇത്തിരി ലോങ് ഒക്കെ അത്യാവശ്യം ഞാൻ ഓടി. ഇനി ഒരു ബാംഗ്ലൂർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ധൈര്യത്തോടെ പോയോണ്ടാണ് ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നല്ല ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഓടിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, അപ്പോൾ ഹാപ്പി ആയിട്ട് 18 ഒക്കെ ആയ ആൾക്കാരാണെങ്കിൽ ലൈസൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, വണ്ടി ഓടിക്കുക, ബൈക്ക് ഓടിക്കുക. ഇഷ്ടമുള്ളവർക്ക് ബൈക്ക് ഓടിക്കാം. ഇനി ഞാൻ വിത്ത് ഗിയറിൻ്റെ ലൈസൻസ് എടുക്കാൻ പോകണം. കാരണം എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാം, പക്ഷേ വിത്ത് ഗിയറിൻ്റെ ലൈസൻസ് ഞാൻ എടുക്കാൻ പോകണേ ഉള്ളൂ. എനിക്ക് അതിനൊരു സമയം കിട്ടിയിട്ടില്ല. ഇനി ഞാനത് എന്തായാലും എടുത്ത് അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും വരും. എപ്പോഴെന്ന് ഞാൻ പറയുന്നില്ല, കാരണം എനിക്കും അറിയില്ല. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഹാപ്പി ആയിട്ട് ഡ്രൈവ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് സേഫായിട്ട് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. സോ ഹാപ്പി ഡ്രൈവിങ്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്കൊരു നല്ലൊരു വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. ഇതായിരുന്നു എൻ്റെ കഥ. ബോറടിപ്പിച്ചെങ്കിൽ സോറി. കുറച്ച് പേർക്കെങ്കിലും ഒരു എനർജി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ വണ്ടി ഓടിക്കാൻ എനിക്ക് ഇഷ്ടം തോന്നിയെങ്കിൽ ഐ എം ഹാപ്പി. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ. സ്പെഷ്യൽ താങ്ക് യു നിങ്ങളെല്ലാവരും അമ്മയോട് പറയണം, ഞാനും പറയുന്നു. കാരണം പാവം ഇത്ര നേരം ആ ഫോണും പിടിച്ചിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് ഞാനൊരു ഷോട്ട് ഞാൻ കാണിച്ചു തരാം. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കട്ടെ അമ്മ. അമ്മ കട്ട് ചെയ്തു അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ. ഞാൻ അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും മേടിച്ചു കൊടുക്കില്ല. അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നു ഞാൻ വിചാരിച്ചാണ്. ഞാൻ ഒന്നും മേടിച്ചു കൊടുക്കില്ല. ഞാൻ താങ്ക് യു പറയണില്ല. അപ്പോൾ ബൈ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. So till then, take care. Bye bye.